അപ്പോൾ ഇന്ന് നമ്മളൊരു നെക്ലേസും അതുപോലെ തന്നെ ഒരു ബ്രേസ്ലെറ്റുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു നെക്ലേസ് കുറച്ച് ഇറക്കം കുറവുള്ള ടൈപ്പ് നെക്ലേസാണ്, ചെയിനായിട്ട് കിടക്കുന്നതല്ല. പിന്നെ ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയിൻ ചെയ്യുന്ന ഡിസൈൻ വെച്ചിട്ട് നമുക്ക് ബ്രേസ്ലെറ്റും ചെയ്യാം, ബ്രേസ്ലെറ്റ് ചെയ്യുന്ന ഡിസൈൻ വെച്ചിട്ട് ചെയിനും ചെയ്യാം. അപ്പോൾ 2 പാറ്റേണാണ് ഇപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മളൊന്ന് സെറ്റായിട്ടാണ് ചെയ്യുന്നത്, ബ്രേസ്ലെറ്റും മാലയും സെറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പം രണ്ടും 2 പാറ്റേണാണ്. ആ 2 പാറ്റേണും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് നമ്മളിവിടെ ചെയിന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മെഷർമെൻറ്റ് എടുക്കണം. ഇപ്പോൾ കുട്ടികളതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാപ്പിലോ അല്ലെങ്കിൽ നൂലിലൊക്കെ അളന്നതിന് ശേഷം എക്സ്ട്രാ ഒരു 4 ഇഞ്ചും കൂടി, 4 സെൻറ്റിമീറ്റർ അല്ല 4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ, ബാക്ക് ചെയിനിന് വേണ്ടിയിട്ടുള്ള. അപ്പം ഞാനിവിടെ 4-3 ഇഞ്ച് ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ 22 ആണ് എടുക്കുന്നത്. അതായത് ഒരു 19 ഇഞ്ചൊക്കെയാണ് ലെങ്ത്ത് വരുന്നത്. എക്സ്ട്രാ ഒരു 3 ഇഞ്ചും കൂടി എടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 22 ഇഞ്ചാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. ഒരു വലിയ ആൾക്ക് 22 മതി. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയിനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരറ്റത്ത് ആദ്യം നമ്മൾ ഫിഷ് ലോക്ക്, ആദ്യം എന്തൊക്കെ ഐറ്റംസാണ് എടുത്തിക്കണം നോക്കാം. ബീഡ്സ് എടുക്കണം, ഐ പിന്ന്, എല്ലാം ഗോൾഡൻ കളർ തന്നെ എടുക്കട്ടോ. ഹെഡ് പിന്ന്, ഫിഷ് ലോക്ക്, 2 ജെം റിങ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്, ജെം റിങ് ഒക്കെ കട്ട് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അടർത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു ഫിഷ് ലോക്ക് ഇട്ട് കൊടുക്കാം. ഫിഷ് ലോക്ക് ഇട്ടതിന് ശേഷം ഈ ഒരറ്റം ചെയിനിൻ്റെ ഈ ഒരറ്റം ജെം റിങ്ങിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലോക്കായിട്ടുണ്ട്, ഉണ്ടോ, ലോക്കായി. ഇനി നമുക്ക് ചെയിന് ചെയ്തെടുക്കാം. അപ്പം ഏകദേശം നമ്മൾ ഇത്രയും ലെങ്ത്താണ്, ഒരു 3 സെൻറ്റിമീറ്ററാണ് നമ്മൾ ചെയിനിന് വേണ്ടിയിട്ട്, ബാക്ക് ചെയിന് വേണ്ടിയിട്ട് വിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത്രയും ഭാഗം നമ്മളതിൻ്റെ ബാക്ക് ചെയിനിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ നോക്കാം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ മനസ്സിലാവും പെട്ടെന്ന്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ സെൻറ്റർ. നിങ്ങൾ നോക്കിയിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് സംഭവം ചെയ്തെടുക്കാനുണ്ട്. ബീഡ്സ് എടുത്തിട്ടുണ്ട്, ചെയിന് മാറ്റി വെക്കട്ടോ. നമ്മൾ ഹെഡ് പിന്നാണ് കേട്ടോ എടുക്കുന്നത്. ചെയിനിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഹെഡ് പിന്നാണ്. അപ്പം നമ്മളിവിടെ ഹെഡ് പിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിങ്ങനെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത്രയും ഭാഗം വേണം. നമ്മൾ ആദ്യം ഒരുമിച്ചെല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈ ഒരു അളവിൽ നമ്മളെല്ലാം ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം.
എല്ലാം ഒരേ വലിപ്പം തന്നെ ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് അളവ് വെച്ചിട്ട് മറ്റേത് കട്ട് ചെയ്തെടുത്താൽ മതി പോലെ. ഞാനിവിടെ കുറച്ചധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരേ സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോ ലൂപ്പുകൾ ഉണ്ടാക്കാം. ലൂപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്, എന്നാലും ഒന്നും കൂടി കാണിക്കാം. ഇതിൻ്റെ ഈ ഒരു അറ്റം ക്ലിയർ അല്ലേ, അറ്റം ജസ്റ്റ് ഇതുപോലെ പിടിച്ചിട്ട് വളച്ചു കൊടുക്കുക. വീണ്ടും ഈ ഒരറ്റം ഒന്നും കൂടി വളച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ ആക്കിയിട്ടില്ല, നമുക്ക് ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ലൂപ്പുകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. 15 ലൂപ്പുകളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ 15 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെൻറ്റർ നോക്കി ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ലൂപ്പ് ഇട്ട് കൊടുക്കാം. നല്ല സിമ്പിളാണ്. ഈ ഒരു ഡിസൈൻ കൊറിയൻ ഡിസൈൻ എന്നാണ് പറയുന്നത്. ടീനേജേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്ററിലുള്ള ഈ ഒരു കണ്ണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പ്രസ്സിങ് പ്ലെയർ വെച്ചിട്ട് ഈ ഒരു അറ്റം, ഈ ഒരു ഹെഡ് പിന്നിൻ്റെ ഈ അറ്റം ഇതുപോലെ ഈ ഒരറ്റം ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ അത് ലോക്കാവും. ഇനി ലോക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാം, ഒന്നിതാ ഇതുപോലെ രണ്ടും കൂടി ഒന്നും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോക്കായി. ഈ ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഈ ഭാഗം ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വളച്ചെടുത്ത് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ ഹാങ്ങിങ് ആയി കിടന്നു കണ്ടോ. ഇനി നമുക്ക് അടുപ്പിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഭംഗി കുറച്ച് വിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് നിങ്ങൾക്കറിയാം, ഈ കണ്ണി ഒരു കണ്ണി ഇങ്ങനെ എന്താ പറയുക, അതിങ്ങനെയാണെങ്കിൽ എന്താ ഇപ്പം ഇതിന് പറയുക, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് മറ്റേ ഒരു കണ്ണി നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ മണികൾ ഇടുന്നത് ഒരേ ദിശയിലേക്കുള്ള റിങ്ങിൻ്റെ ഉള്ളിലൂടെ ആവണം കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയും അകലത്തിൽ ഇതേപോലുള്ള കണ്ണി ഇതേ സെയിം കണ്ണികൾ മാത്രം എണ്ണ 1 2 3 4 നാലാമത്തെ കണ്ണിയിലാണ് അടുത്തത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സെയിം ഇതേപോലുള്ള കണ്ണിയാണ്, ഓപ്പോസിറ്റ് കണ്ണി കൂട്ടാതെ നാലാമത്തതിൽ. ഇത് കഴിഞ്ഞിട്ട് 1 2 3 4 നാലാമത്തതിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അടുപ്പിച്ച് ചെയ്താലും ഭംഗി ഉണ്ടാവും, പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ളതാണല്ലോ ഇഷ്ടം. അപ്പം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഹെഡ് പിന്നിൻ്റെ അറ്റം നമ്മൾ പ്രസ് പ്ലെയറായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോക്കായി. വീണ്ടും നമ്മളിതേപോലെ തന്നെ നാലാമത്തെ കണ്ണി സെലക്ട് ചെയ്യുക. 1 2 3 4. അടുത്തത് നമ്മൾ കൊളുത്തി കൊടുക്കുക. കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ആവും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരറ്റം നമ്മൾ പ്രസ്സിങ് പ്ലെയറായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ലോക്കായി. അങ്ങനെ നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് ഈ ഒരു സൈഡ് നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും ചെയ്തെടുക്കാം. ഒരേപോലെ 2 സൈഡും ഒരേപോലെ ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ മീൻസ് ഒരു 15 ബീഡ്സാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നല്ലൊരു അടിപൊളി ഡിസൈൻ നമ്മൾ പഠിച്ചില്ലേ, കൊറിയൻ ഡിസൈൻ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ ടീനേജേഴ്സിനൊക്കെ നല്ല ഇഷ്ടമാവും. നല്ല ഹാങ്ങിങ് ആയി കിടക്കുന്ന ടൈപ്പ്. അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് ഇതിൻ്റെ ഫോട്ടോ ഗ്രൂപ്പ് നമുക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. എത്രത്തോളം ഭംഗിയിലാണ് ഓരോരുത്തരും ചെയ്തിട്ടുള്ളത് നോക്കുക. ഇത്രയും ലെങ്ത്തൊന്നും വേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് ലെങ്ത്ത് കൂട്ടിയെടുത്തതാണ്. ഇനി തടിയുള്ളവരൊക്കെ ആണെങ്കിൽ എൻ്റെ അളവ് കറക്റ്റ് ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലെങ്ത്തിലെടുത്തതന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. മനസ്സിലായില്ല, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ ഈ ഒരു ഐറ്റം വെച്ച് നമുക്ക് ഇത് ബ്രേസ്ലെറ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാം. ഇതേ മെത്തേഡിൽ നമുക്ക് ചെയിൻ അളവെടുത്തതിന് ശേഷം അങ്ങനെ അതുപോലെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ ചെയ്യാം. കുറച്ചും കൂടി അടുത്തടുത്ത് ബീഡ്സ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ബ്രേസ്ലെറ്റ് നമുക്ക് നോക്കാം.